മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. നവംബറിൽ ടീമിനെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്ത് വില കൊടുത്തും മത്സരം ഈ വർഷം തന്നെ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് അർജന്റീന ടീം വരുന്നതിന് തടസ്സമുണ്ടായത്. സ്റ്റേഡിയം നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സിയെ മാത്രം കൊണ്ടുവന്ന് റോഡ് ഷോ നടത്താനല്ല പരിശ്രമിക്കുന്നതെന്നും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെന്നും 50 കോടിയോളം രൂപ മുടക്കിയാണ് സ്പോൺസർ സ്റ്റേഡിയം നവീകരിക്കുന്നതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഞങ്ങൾ നല്ല രീതിയിൽ ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ 2 ടീമുകൾ ലിസ്റ്റ് ചെയ്ത റാങ്കിങ്ങിൽ 50 റാങ്കിങ്ങിലുള്ള 2 ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അത്തരത്തിൽ അറിയാമല്ലോ, നമ്മുടെ അടുത്തുള്ള ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലൊരു സ്റ്റേഡിയം, പിന്നെ നമ്മൾ ശ്രമിച്ചു തിരുവനന്തപുരത്ത്. അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ അതിൻ്റെ ഒരു ഫീൽഡ് വളരെ റഫാണ്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ കൊച്ചി കണ്ടെത്തുന്നത്. അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിലുള്ള ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചത്. അതുകൊണ്ട് ആ കളി നിർത്തി കളി പോയി എന്നൊക്കെ നമുക്ക് വേണം. അതാണെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും, പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നു. മെസ്സി മാത്രം വന്ന് റോഡ് നടത്തി പോയാലും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു കേരളത്തിലൊരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്തു. നമ്മൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ കളി അനൗൺസ് ചെയ്ത് അർജന്റീന നാഷണൽ ടീമാണ്, അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. അവിടെ നടക്കണല്ലേ നോക്കൂ. നിലവിൽ അവിടെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിലാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അതുകൂടി അത് സത്യത്തിൽ ആരാധനക്ക് തയ്യാറാവും. സർക്കാരിൻ്റെ സ്റ്റേഡിയം എന്നാൽ 10-50 കോടി 50-ലൊന്നും നിൽക്കാൻ പോകുന്നില്ല. അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കും. നമുക്കൊരു ലേറ്റ് വരെ ഫിക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം കൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു. മത്സരം നടക്കുമെന്നും അത് നമ്മൾ തീരുമാനിച്ച കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. അർജന്റീന ടീം അധികൃതർ കേരളത്തിലെത്തി സൗകര്യങ്ങൾ പരിശോധിച്ച് മടങ്ങിയതാണ്. എന്നാൽ ഇവിടെ നിന്ന് മത്സരത്തിനെതിരെ നിരവധി മെയിലുകൾ അങ്ങോട്ട് അയച്ചെന്നും വരവ് മുടക്കാൻ ശ്രമിച്ചെന്നും മന്ത്രി ആരോപിച്ചു. കേരളത്തിൽ ആഗ്രഹിച്ചതുപോലെ മത്സരം നടക്കാനാണ് ശ്രമിക്കുന്നത്. 2 ദിവസം കൂടെ സമയം വേണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഫ വെൻഡോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം. അതിൽ 4 വിൻഡോകളിൽ ഒന്നുള്ളത് നവംബറിലാണ്, പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ. അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അതിലർത്ഥമൊന്നുമില്ല. നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു സ്റ്റേഡിയം നിർമ്മാണം, അത് സർക്കാരിൽ നിന്ന് അതിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ വന്ന് താമസിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യാണ്. അപ്പോൾ അതുകൂടി കാണണം. അല്ലാതെ ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണും. ഈ ചാനൽ ന്യൂസ് മലപ്പുറം.